മീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മീന നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്ന് ആലോചിക്കണ ഒരാളാണ്. കാരണം അത്രയും നമ്മുടെ കൂടെ അല്ല. അതെ. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയാൻ, മീനയെ പരിചയമില്ലാത്തവർക്ക്. ഡെമോക്രാറ്റൈസിങ് കെയർ വർക്ക് എന്നുള്ള ഒരു ഐഡിയ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്ന ചില മനുഷ്യജീവികളിൽ ഒരാളാണ് മീന. എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അതെങ്ങനെ സ്വയം ആക്റ്റീവ് ആവണം, കൂടുതലുള്ള മനുഷ്യരോടൊപ്പം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്ത ആദ്യമേ തലയിൽ കയറിയ, വർഷങ്ങൾക്ക് മുമ്പേ തലയിൽ കയറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് മീന. മീന പാലിയേറ്റീവ് കെയർ നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം മുതൽ. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള, അതെ, ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ അവിടെ വളരെ ആക്റ്റീവായിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ കൂടെ ഇടപെട്ട് ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്കുള്ള മീനയുടെ അനുഭവാത്മകവും അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണകളും കൂടിയ ഒരു ക്ലാസ്സാണ് നമുക്കിപ്പോൾ മീന തരുന്നത്. മീന 2:30 തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് 1 മണിക്ക് തന്നെ നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സജീവമായി കേൾക്കുക, സജീവമായിട്ട് മീനോട് റെസ്പോണ്ട് ചെയ്യുക. മീനയ്ക്ക് മൈക്ക് കൈമാറുന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ. ആദ്യം തന്നെ എന്നെ ഇതിലേക്ക് വിളിച്ചതിന് താങ്ക്സ് പറയട്ടെ. ഞാനൊരു 5-6 മാസമായിട്ട് ഇപ്പോഴാണ് കുറച്ചൊന്ന് ആക്റ്റീവായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് ബെഡ് റിഡൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പാലിയേറ്റീവ് കെയർ നേഴ്സിംഗ് എന്നാണ് ടോപ്പിക്ക്. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം, അല്ലേ? പണ്ട് കാലത്ത് 1993 നമ്മൾ പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കും ധാരണയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളതിനെക്കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എനിക്ക് കുറേ പരിചയമുള്ളവരുണ്ട്, കുറച്ച് പേര് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലെ നേഴ്സിംഗ് പറയുന്നതിന് മുന്നേ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളതിനെ ഒരാളൊന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള പാലിയേറ്റീവ് കെയർ എന്നുള്ളത് എന്താണ്? ജസ്റ്റ് ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇതൊരു എന്താ പറയുക, ലെക്ചറിങ് ക്ലാസ് പോലെയല്ല. നമ്മളെല്ലാവരും അതിൽ എന്താ പറയുക, പങ്കെടുക്കണം. അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം. അല്ലാതെ ഒരാളിങ്ങനെ ഇരുന്ന് പറയുന്നു, അതിങ്ങനെ നമ്മൾ കേൾക്കുന്നു എന്നതിലപ്പുറം അതാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് തന്നെ. കാരണം ആ ഒരു ഡിസ്കഷനാണ് കൂടുതലായിട്ടും വേണ്ടത്. താങ്ക് യു. കറക്റ്റാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരു രോഗം നിർണയിക്കുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറും വേണം. പലപ്പോഴും പണ്ടൊക്കെ നടന്നിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലായിട്ട്, അന്ന് ക്യാൻസർ പേഷ്യൻസിനെ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. 1993 നമ്മൾ പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നത്. അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലിയേറ്റീവ് നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും കോഴ്സുകളും എല്ലാം ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 5 വർഷം. ഇവിടെ അടുത്ത് തന്നെയാണ്, ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഒരു നേഴ്സിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പാലിയേറ്റീവ് കെയറിൽ വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് വെച്ചാൽ സാധാരണ അന്നുണ്ടായിരുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും സമൂഹവും എല്ലാം വിചാരിച്ചിരുന്നത് ഇതാണ് എന്ന് വെച്ചാൽ അവസാനം മരിക്കുന്ന സമയത്ത് എത്തിപ്പെടുന്ന ഒരു സ്ഥലം. പക്ഷേ അതല്ല സത്യത്തിൽ. കാരണം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോഗം
എന്നതിലപ്പുറം അവരുടെ ശാരീരിക ബുദ്ധിമുട്ടിനപ്പുറം മിക്കവാറും എനിക്ക് തോന്നുന്നു ശാരീരിക ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന മറ്റ് സൈക്കോ സോഷ്യൽ സ്പിരിച്വൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് പലപ്പോഴും ആരും അവരുടെ അടുത്ത് ചോദിക്കുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. ഒരു രോഗി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ അവരുടെ കുടുംബക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും രോഗം സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറും വേണം. അത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ശാരീരിക പ്രയാസങ്ങൾ മാത്രമല്ല, അവരുടെ സാമ്പത്തിക സാമൂഹിക ആത്മീയ പ്രയാസങ്ങളെല്ലാം, മാനസിക ബുദ്ധിമുട്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും അല്ലേ, മരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അസുഖം മാറും, നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഒരു ഇൻക്യൂറബിൾ ഡിസീസ്, അതായത് ഒരു അഡ്വാൻസ്ഡ് ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, കിഡ്നി പേഷ്യൻസ്, പാരാപ്ലീജിയ, പിന്നെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നവർ, പലപ്പോഴും നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ആയി പോകുന്ന ഓൾഡ് ഏജ്. കാരണം ഓൾഡ് ഏജ് ഒരിക്കലും ഒരു അസുഖമായിട്ട് ആരും കാണാറില്ല, അത് പ്രായമായിട്ടുള്ളതല്ലേ. അപ്പം അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരെയും കൂടിയും നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ആദ്യകാലത്ത് എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ക്യാൻസർ പേഷ്യൻസിനെ കണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഹോം കെയർ നമ്മൾ പോകുമായിരുന്നു. ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണുന്നത്, അവർക്ക് നമ്മൾ പിന്നെ ഫുഡ് കിറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ മറ്റ് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസുഖത്തിനേക്കാളും കൂടുതൽ അവരുടെ മറ്റു ബുദ്ധിമുട്ടുകളാണ് എന്താ പറയുക നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു ഡോക്ടർക്ക് നേഴ്സിനുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലപ്പുറം മറ്റ് ബുദ്ധിമുട്ടുകൾ ശരിക്കും വോളണ്ടിയേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഒന്നും തീരില്ല, കുറേ സമയമെടുക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരമ്മ, അടുത്ത വീട്ടിലെ പ്രായമായ ഒരമ്മ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ ഞങ്ങളുടെ അടുത്ത്, എൻ്റെ മക്കളെ ഒരു ക്യാൻസർ വന്നിരുന്നെങ്കിൽ നിങ്ങളെങ്കിലും നോക്കാനുണ്ടായേനേന്ന്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അല്ലേ. പലപ്പോഴും പല പേഷ്യൻസും പറയാറുണ്ട്, OPയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അയ്യോ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇട വരരുതേ എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ തന്നെ എത്തിപ്പെട്ടു എന്ന്. അപ്പോൾ ഇത്തരം ആ ഒരവസ്ഥയെന്ന് അന്നത്തെ കാലത്ത് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നുള്ള രീതി തന്നെയാണ്. കാരണം ഡോക്ടർമാരാണെങ്കിലും പറയും നിങ്ങളവിടെ പോകാനായിട്ടില്ല, പിന്നെ പേഷ്യൻസ് ആണെങ്കിലും പറയും അവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, എൻ്റെ ജീവിതം കഴിഞ്ഞു, ഇനി മരണമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 2008 പോളിസി വന്നു. ആ ഗവൺമെൻറ് പോളിസി വന്നപ്പോഴാണ് ശരിക്കും എല്ലാ കിടപ്പിലായ രോഗികളെയും നമ്മൾ ചെന്ന് കാണണം എന്ന് പറയണത്. അതും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ഒരിക്കൽ ഒരു പേഷ്യൻ്റ് CA തൈറോയിഡാണ്, ആ പേഷ്യൻറ്റിനെ കാണാൻ പോയ സമയത്ത് ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എല്ലാ കിടപ്പിലായ രോഗികളെയും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം, കാരണം ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ ഈ ഒരു സഹായം എന്നുള്ളത്. അപ്പോൾ ആ 2008 പോളിസി വന്നപ്പോൾ ശരിക്കും അവിടെ അത് പറയാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് ശരിക്കും അതിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം അവരെന്താണോ വിചാരിച്ചിരുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പിന്നെ പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു മുറിയിൽ തുടങ്ങിയ പാലിയേറ്റീവ് കെയർ ഇന്ന് ലോകമെമ്പാടും ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊച്ചു കുട്ടിക്കടക്കം അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഞാൻ ഒരു പിന്നെ ഓക്സിലറി നേഴ്സായിട്ടോ അതല്ലെങ്കിൽ കോഴ്സ് അതല്ലെങ്കിൽ ഒരു പിന്നെ GNM MSc നഴ്സിംഗ് BSc നഴ്സിംഗ് ഇതൊന്നും ഞാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് 5 വർഷത്തെ. അപ്പോൾ പാലിയേറ്റീവ് കെയറിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് പലതും അറിയാനും മനസ്സിലാക്കാനും ചെയ്യാനും ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ അന്ന് ഞാൻ കണ്ടിരുന്നത് ഓരോ രോഗികളെയും അവരുടെ രോഗത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയെ അല്ല നമ്മൾ പിന്നെ ശുശ്രൂഷിച്ചിരുന്നത്, സത്യത്തിൽ ആ രോഗത്തിനെയാണ്, ആ രോഗലക്ഷണങ്ങളെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസ് വളരെ റെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരം പേഷ്യൻസ് വരുമ്പോൾ
അവരുടെ ശാരീരിക പ്രയാസങ്ങൾക്ക് അപ്പുറം അവരനുഭവിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാനേ ശ്രമിക്കുന്നില്ല. പക്ഷെ പാലിയേറ്റീവ് കെയറിൽ വന്നപ്പോഴാണ് ശരിക്കും ആ രോഗിയെയാണ് നമ്മൾ കാണേണ്ടത്, അവരിലുള്ള ആ മനുഷ്യനെയാണ് നമ്മൾ കാണേണ്ടത്, അവരുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ പാലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ആവരണമാണ്, ഒരു പുതപ്പാണ്, ഒരു കവറാണ്. രോഗം എന്തു തന്നെ ആയാലും നമുക്കറിയാം പലപ്പോഴും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഘട്ടങ്ങളിലായിരിക്കും. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ അവർക്ക് മാക്സിമം കുറച്ച് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. പേഷ്യൻ്റെ മാത്രമല്ല, അവരുടെ കെയറേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ നേഴ്സുമാരാണെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അവർക്ക് വേണ്ടത്ര കെയർ കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ദേഷ്യം വരും, അല്ലേ? എന്തുകൊണ്ട്, അയ്യോ ഇവരെന്ത് മനുഷ്യന്മാരാ, ഒന്ന് കുളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല, സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല, ഒരു മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു കോലം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഹോം കെയർ, നമ്മൾ വീടുകളിൽ പോയിട്ട് രോഗികളെ കാണുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ഒരു വീടാണ്. അവരൊക്കെ പിന്നെ ഒരു 2 ആൺമക്കളാണുള്ളത്. മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അച്ഛനും അമ്മയും അവരുടെ ഒരു ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ഇവർ വേറെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവരെന്തൊരാൾക്കാരാ, കണ്ടോ അച്ഛനെയും അമ്മയും ഇങ്ങനെ ഒരു വീട്ടിലാക്കിയിരിക്കുന്നു. അവർ താമസിക്കുന്നത് നല്ല ആഷ് പോഷ് ആയിട്ടുള്ളൊരു വീട്ടിൽ. അപ്പോൾ ശരിക്കും അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അമ്മയ്ക്ക് കുറച്ച് സൈക്യാട്രി പ്രശ്നങ്ങളുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. ഇവരെ നോക്കാനായിട്ട് ഒരു സെർവൻറ്റിനെ വെച്ചിട്ട്, ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് അവരെയും ചീത്ത പറഞ്ഞ് ഓടിക്കുക ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഈ അച്ഛനും അമ്മയും മാത്രം അവിടെ ഉണ്ടാവുക. മറ്റേ വീട്ടിൽ നിന്ന് അവരുടെ പേരക്കുട്ടി ഒരു ദിവസം വന്നിട്ട് ദൂരെ മാറി നിൽക്കുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഇവരുമായിട്ട് അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ളത്, ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പാണ്, അല്ലാതെ ക്യാൻസറൊന്നുമല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ നമ്മളവിടെ വന്നതും നമ്മളവിടെ കണ്ടതും മെഡിസിനിൽ വരുന്ന മാറ്റങ്ങളും അവരുടെ നേഴ്സിംഗ് കെയറുകളും എല്ലാം എഴുതിയിട്ട് അവരുടെ ഗേറ്റിൽ ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്, ആ ബോക്സിലിടും. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവരങ്ങനെ പിന്നെ നമ്മളെ ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കും. പക്ഷെ അവർ ബാങ്കിലാവുന്നതുകൊണ്ട് ആ സമയത്തൊന്നും എടുക്കാൻ പറ്റില്ല. അവസാനം ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പോൾ ഈ മകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ട്രാൻസ്ഫർ വന്നു സിസ്റ്ററെ, നിങ്ങൾ എഴുതിയിട്ടുള്ള ആ കത്തുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ട്രാൻസ്ഫർ മാറ്റി കിട്ടിയത്. കാരണം അയാൾ രാവിലെ പോകുമ്പോഴത്തേക്കും അച്ഛനെ കുളിപ്പിക്കലും അച്ഛന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എന്നിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരുടെ കൂടെ നിന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. പാലിയേറ്റീവ് കെയർ നേഴ്സിംഗ് എന്താണ്? ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് നേഴ്സിങ്ങും അതുപോലെ തന്നെ സാധാരണ നേഴ്സിങ്ങും പാലിയേറ്റീവ് നേഴ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഇഷ്യൂസ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതല്ലെങ്കിൽ കാണുന്ന ഡോക്ടർ നമ്മുടെ അടുത്ത് പറയുന്നു, അല്ലേ, നിങ്ങൾ പോയിട്ട് ആ പേഷ്യൻറ്റിന് ഇന്ന ഇഞ്ചക്ഷൻ കൊടുക്കണം, നമ്മൾ പോയി കൊടുക്കുന്നു. അതല്ലെങ്കിൽ അവരുടെ വൂണ്ട് ഡ്രസ്സ് ചെയ്യണം, അവർക്ക് ഒരു റൈൽസ് ട്യൂബ് ഇടണം, അല്ലെങ്കിൽ ഒരു കാത്തീഡ്രൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എനിമ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മൾ പോയി ചെയ്യുന്നു. അതാണ് സാധാരണ ഒരു നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. പക്ഷേ പാലിയേറ്റീവ് കെയർ നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയാണ്. അത് ശരിക്കും എന്താ പറയുക, എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെ പലതരം ട്രെയിനിങ്ങുകളുണ്ട്. ഡോക്ടേഴ്സിനുണ്ട്, നേഴ്സസിനുണ്ട്, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനുണ്ട്. ഇപ്പം നേഴ്സുമാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ MSc ഇവർക്കൊക്കെ തന്നെ, അതുപോലെ ഡോക്ടർമാരാണെങ്കിലും ഏത് സ്പെഷ്യാലിറ്റി ഉള്ളവരാണെങ്കിലും
ഒരു 6 വീക്സിൻ്റെ ഒരു കോഴ്സ് നമ്മുടെ അവിടെ ചെയ്യുന്നുണ്ട്, ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പാലിയേറ്റീവ് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു കോഴ്സുകൾ ചെയ്യുമ്പോൾ പാലിയേറ്റീവിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സ്പെഷ്യൽ നേഴ്സിംഗ് കെയറുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു ട്രെയിനിങ് ആണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് വളരെ 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 പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അത് കറക്റ്റ് പേഷ്യൻ്റ് ആണോ കറക്റ്റ് മെഡിസിൻ ആണോ അതൊക്കെ നമുക്കറിയാം അല്ലേ. അത് പോയി കൊടുക്കുന്നതിലപ്പുറം ആ പാലിയേറ്റീവ് കെയറിൽ കാണുന്ന പേഷ്യൻസിനെ അവരുടെ ഹെഡ് ടു ഫൂട്ട് ഒബ്സർവേഷനാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ സാധാരണ ഒരു ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു എക്സസൈസ് പറയും. ഇതിപ്പോൾ എന്താണ്, റിമോട്ടാണ് അല്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് റിമോട്ടാണ്, പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഇല്ലേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? വെരി ഗുഡ്. പല കളറുകളുള്ള ബട്ടൺ, പിന്നെ നമ്പറുകൾ, സിമ്പിൾസ് ഉണ്ട് അല്ലേ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും പറയാൻ ഇതിൽ ഉണ്ടാവും. നമ്മൾ മൊത്തത്തിലൊന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിമോട്ടാണ്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമുക്ക് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടാവും. ഇതാണ് ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ, നേഴ്സിംഗ് കെയറിൽ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച്, പ്രത്യേകിച്ചും ഒരു ബെഡ് റിഡനായി പോയിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അവരെ ഹെഡ് ടു ഫൂട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ട കെയറുകൾ, ഞാൻ നേഴ്സിംഗ് കെയറിലേക്ക് തന്നെയാണ് വരുന്നത്, അവരുടെ സൈക്കോ സോഷ്യലോ ഫിനാൻഷ്യലോ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ റോൾ ഓഫ് നേഴ്സസ് ഇൻ പാലിയേറ്റീവ് കെയർ. ശരിക്കും കണ്ട കൗൺസിലറാണ്, എഡ്യൂക്കേറ്ററാണ്, അപ്ലയൻസ് എക്സ്പേർട്ട്. അപ്ലയൻസ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ നേഴ്സിംഗ് ഇഷ്യൂസ് എന്നുള്ളൊരു സാധനം കൂടി അതിൽ വരുന്നുണ്ട്. സാധാരണ നമ്മൾ നേഴ്സിങ്ങിൽ പഠിക്കുന്നതിനെ കൂടാതെ ഒരു ലിംഫെഡിമ പേഷ്യൻ്റ്, അതല്ലെങ്കിൽ ഒരു കൊളോസ്റ്റമി, ഇലിയോസ്റ്റമി, യൂറോസ്റ്റമി, ഇതുപോലെയുള്ള സ്പെഷ്യൽ നേഴ്സിംഗ് കെയറുകൾ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും പറ്റും. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, റിസർച്ചറാണ്. ഇതെല്ലാം ശരിക്കും ഒരു നേഴ്സിൻ്റെ റോള് തന്നെയാണ്. അതോ എന്തൊക്കെയാണ് നമ്മൾ പിന്നെ ഒരു ഹെഡ് ടു ഫുഡ് കെയറിൽ വരുന്നത്? ഒരു പേഷ്യൻ്റ് ബെഡ് റിഡനായി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യം അവർക്ക് പ്രഷർ സോർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അസസ് ചെയ്യേണ്ടത്. കാരണം അവർ സ്വന്തമായിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയാത്തത്, എന്തിനൊക്കെയാണ് അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ബെഡ് റിഡൻ പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അവരുടെ സ്കിൻ കെയർ ആണ്. ചർമ്മ സംരക്ഷണം. ദിവസവും കുളിക്കുന്നുണ്ടോ, ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവരെ കുളിപ്പിക്കാൻ പറ്റുമോ, അതോ സ്പഞ്ച് ബാത്ത് കൊടുക്കുകയാണോ? സ്പഞ്ച് ബാത്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ബക്കറ്റിൽ ഒരു തോർത്ത് നനച്ചിട്ട് നമുക്ക് നനച്ച് തുടയ്ക്കാൻ പറ്റും അല്ലേ? 2 ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒന്നിൽ സോപ്പ് മുക്കി നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, അങ്ങനെ ഓരോന്നും പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ഈ സ്പഞ്ച് ബാത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞ് മനസ്സിലാക്കുക മീൻസ് അവരെ കെയർ ചെയ്യുന്നവരാരാണ്, ആ പ്രൈമറി കെയറർ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം.
അവരെയും കൂടിയും ഇതിലേക്ക് ഉൾപ്പെടുത്തണം. നമ്മൾ ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം, പിന്നീട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് അവർക്കത് പഠിക്കാൻ പറ്റുക. പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയൽ എളുപ്പമാണ് അല്ലേ. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ചിലപ്പോൾ ഈ ചെവി കൂടെ കുറച്ച് കാര്യങ്ങൾ അവിടെ തങ്ങുണ്ടെങ്കിലും കൂടുതലും പോവുക ചെയ്യുക. അപ്പം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുക. അത് ചിലപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം കാണിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ നന്നായി ചെയ്യുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ പാലിയേറ്റീവ് കെയറിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ പ്രൈമറി കെയറേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം ഒരു ഡ്രസ്സിങ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ഡെയിലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സിങ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. മാൻ പവർ, ഫിനാൻഷ്യൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരത്തിലുള്ള കുറേ പ്രയാസങ്ങളുണ്ട്. നേരെ മറിച്ച് അവർക്ക് വീട്ടിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രോഗിക്കും അതെ, അവരുടെ വീട്ടുകാർക്ക്, കുടുംബക്കാർക്കും അതെ, അവരെ പരിചരിക്കുന്ന ആളുകൾക്കും അതൊരു സഹായമായിരിക്കും. ഓക്കെ. അതിൽ മൗത്ത് കെയർ ഞാൻ പറഞ്ഞു, ഹെഡ് ടു ഫുഡ് കെയർ എന്ന്. അപ്പോൾ ആദ്യം ബെഡ് സോർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം. അവരുടെ അതുപോലെ സ്കിൻ കെയർ എങ്ങനെയൊക്കെയാണ്, ചർമ്മ സംരക്ഷണം എന്തൊക്കെയാണ്, ഡ്രൈ സ്കിന്നാണോ, അതുപോലെ തന്നെ പേഷ്യൻ്റ് തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, എങ്ങനെയുള്ളവർക്കാണ് ബെഡ് സോർ വരിക. കാരണം 2 ഇതിലും വരും, തടിച്ചവരിലും വരും മെലിഞ്ഞവരിലും വരും. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സമയം ഇത്രയൊന്നും പോരാത്തത് കൊണ്ടാണ് അത് അസസ് ചെയ്യാന്നുള്ളത് പറയണത്. പിന്നെ മറ്റേ സ്ലൈഡ്, നേരത്തെ സ്ലൈഡ് തന്നെ, മൗത്ത് കെയർ, ഓറൽ കെയർ. അവരുടെ വായിൽ പല്ലുണ്ടോ, അത് ശരിക്കുള്ള പല്ലാണോ അതോ വെപ്പ് പല്ലാണോ. ഒരു ബെഡ് റിഡൻ പേഷ്യൻ്റ് ആണെങ്കിൽ വെപ്പ് പല്ല് വായിൽ വെച്ച് കിടക്കുന്നത് നല്ലതല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. വെപ്പ് പല്ലാണെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കണം. കാരണം അല്ലെങ്കിൽ അത് പോകാനുള്ള, ഉള്ളിലേക്ക് വിഴുങ്ങാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവും കോൺഷ്യസ് അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ. അപ്പോൾ അവരുടെ ഓറലി എന്താണ് അവരുടെ അവസ്ഥ, വായിൽ കാൻഡിഡിയാസിസോ ഗ്ലോസൈറ്റിസോ സോർ മൗത്തോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം. എങ്ങനെയാണ് വീട്ടുകാർ അവരുടെ വായ വൃത്തിയാക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അവർ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അത് പ്രോപ്പറായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രൊമോട്ട് ചെയ്യാം. അതല്ല വേറെ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ അത് പഠിപ്പിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചും ഓറൽ കെയർ എന്ന് പറയണത് ഒരു റൈസ് ട്യൂബ് ഇട്ട പേഷ്യൻ്റ്, മൂക്കിലൂടെ ട്യൂബിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വായയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവില്ല. നമുക്കറിയാം അത്. കാരണം വായ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ട്യൂബിൽ കൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വായ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈർപ്പമുള്ള സ്ഥലമാണ്, ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരുന്നത്. അപ്പം ഓറലി ആ ഒരു അൾസറും അല്ലെങ്കിൽ കാൻഡിഡിയാസിസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ശരിക്കും അവരുടെ ആ ഒരു ഓറൽ കെയർ എങ്ങനെയൊക്കെ എന്നുള്ളത് അവരെ പഠിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് വൂണ്ട് കെയർ. വൂണ്ട് കെയർ പറയുമ്പോൾ പലതരത്തിലുള്ള വൂണ്ടുകളുണ്ട്. മാലിഗ്നൻ്റ് വൂണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പലതരം പേഷ്യൻസിനെ കാണുന്നുണ്ട്. PVD പേഷ്യൻ്റ് ഉണ്ടാവും, പുകയില ജന്യരോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് രക്തോട്ടം കുറഞ്ഞിട്ടുള്ള മുറിവുകളൊക്കെ ആയിട്ടുള്ളത്. ഡയബറ്റിക് വൂണ്ട്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബെഡ് സോറുകൾ ഉണ്ടാവും. അപ്പോൾ ഈ മുറിവുകളൊക്കെ എങ്ങനെ പരിചരിക്കണം. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ആളുകൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുറിവൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഡെറ്റോൾ യൂസ് ചെയ്യും. ഒരു കാരണവശാലും ഡയറക്റ്റ് ഡെറ്റോൾ ഉപയോഗിക്കാൻ പാടില്ല. ഡെറ്റോൾ നമ്മളുടെ തറ വൃത്തിയാക്കാനും അല്ലെങ്കിൽ ഡ്രസ്സുകൾ കഴുകാനും അങ്ങനെയൊക്കെ അല്ലാതെ ഒരു കാരണവശാലും മുറിവിൽ ഡെറ്റോൾ യൂസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും ഇതൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഒരിക്കൽ ഒരു കൊളോസ്റ്റമി പേഷ്യൻ്റ് എന്ന് വെച്ചാൽ മലദ്വാരം മാറ്റി വയറിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ബാഗ് വെച്ചിട്ടാണ് അതിലേക്കാണ് സ്റ്റൂള് മോഷനൊക്കെ വരുന്നത്. അവരത് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഒരു നമ്മൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇതാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതും. സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കും.
അപ്പോൾ അവരത് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡെറ്റോള് ഉപയോഗിച്ചിട്ട് എന്നിട്ട് അവിടെ ഫുൾ അൾസറായിട്ട് വരികയുണ്ടായി. അപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഇതറിയണത്. അപ്പോൾ അതിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ വായിച്ചോ പഠിച്ചോ അറിയുന്നതിലും കൂടുതൽ നമുക്ക് അനുഭവത്തിലൂടെ പഠിക്കുന്നതാണ്. എൻ്റെ കാര്യത്തിൽ എനിക്കത് 100% ഉറപ്പാണ്. കാരണം എന്താണ് പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് ഒന്നും കിട്ടാതെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ രോഗികളുടെ അടുത്തുനിന്നുമാണ്, നമ്മളൊരു 10 രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിൽ 10 ആളുടെ അടുത്തുനിന്ന് 10 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു എന്നെ ഇവിടെ വരെ എത്തിച്ചതും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വൂണ്ട് കെയറിനെ കുറിച്ച് നമ്മൾ മാലിഗ്നൻ്റ് വൂണ്ടാണെങ്കിൽ, അതായത് ക്യാൻസർ മുറിവാണെങ്കിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് നീരൊലിപ്പ് കൂടുതലുണ്ടാവും, ഫൗൾ സ്മെല്ലുണ്ടാവും, അല്ലേ, പഴുപ്പുണ്ടാവും. അപ്പോൾ ഈ നീരൊലിപ്പ് കാരണം തന്നെ മണവും കാരണം എന്ത് വരും? ഈച്ച വരും. ഈച്ച വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഈച്ച മുട്ടയിടും. ഈച്ച മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ പുഴുക്കൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ എങ്ങനെ പേഷ്യൻ്റെ അടുത്തും ബൈസ്റ്റാൻഡറുടെ അടുത്തും സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു മുറിവ് കണ്ടിട്ട് നോക്ക് ഇത് നന്നായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പുഴു വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഞങ്ങൾ പറയുക കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് ഒരു സിമ്പതി എന്നതിലപ്പുറം, സിമ്പതി ആർക്കും, നമുക്ക് സിമ്പതി ഇഷ്ടമല്ല, എത്ര പേർക്ക് ഇഷ്ടമുണ്ടാവും? പിന്നെ നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് സിമ്പതി കാണിക്കുക? ഒരു എമ്പതി, ഒരു അനുതാപം അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ശരിക്കും അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മളുടെ വെർബൽ, നോൺ വെർബൽ, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം നമ്മളുടെ ഒരു നോട്ടത്തിലൂടെയോ നമ്മളുടെ ഒരു സംസാരത്തിലൂടെയോ നമ്മളുടെ ഒരു പ്രവൃത്തിയിലൂടെയോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ മാറ്റി നിർത്തി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും, ഇതാണ് നമ്മൾ ശരിക്കും അറിയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. സ്റ്റോമ കെയർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പാലിയേറ്റീവ് കെയറിൽ കാണുന്നത് കൊളോസ്റ്റമി പേഷ്യൻ്റ് ഉണ്ട്, ഇലിയോസ്റ്റമി പേഷ്യൻ്റ് ഉണ്ട്, ട്രക്യോസ്റ്റമി ഉണ്ട്, ഗ്യാസ്ട്രോസ്റ്റമി ഉണ്ട്, ഫീഡിങ് ജിജിനോസ്റ്റമി ഉണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോമ കെയറുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? അതൊക്കെ സ്പെഷ്യൽ പാലിയേറ്റീവ് നേഴ്സിംഗ് ആണ്. ലിംഫെഡിമയും അതുപോലെ തന്നെ കൊളോസ്റ്റമിയും എങ്ങനെ പിന്നെ സ്റ്റോമ പരിചരിക്കാം, അതുപോലെ തന്നെ എങ്ങനെ അവർക്ക് ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റും. പലപ്പോഴും വയറ്റിൽ നിന്ന് പോകുന്ന, ഇപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലേ? നമുക്ക് സാധാരണ പോകുന്നത് നമുക്കറിയാം, അവിടെ സ്ഫിങ്ക്റ്റർ മസിൽ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഫീല് വരുന്നത്. പക്ഷേ സാധാരണ പിന്നെ ഈ കൊളോസ്റ്റമി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയില്ല എപ്പോൾ വയറ്റിൽ നിന്ന് പോകും എന്നുള്ളത്. അത് തന്നെ അവരെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പം ഞങ്ങൾക്കതിൽ പാലിയേറ്റീവ് കെയറിൽ ഒരു കൊളോസ്റ്റമി ഇറിഗേഷൻ ഉണ്ട്. കൊളോസ്റ്റമിക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലിയോസ്റ്റമിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് വൻകുടലിന് ക്യാൻസർ ബാധിച്ചോ അതല്ലെങ്കിൽ മലാശയത്തിന് ക്യാൻസർ ബാധിച്ചോ ഒക്കെ ഉള്ള രോഗികളിൽ അവരുടെ വൻകുടൽ മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്, ഒരു സർജറിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് ഡെയിലി ഒരു കൊളോസ്റ്റമി ഇറിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴാണ് ഇതിൽ മലം വരിക എന്നുള്ള ആ ഒരു പ്രയാസം അവർക്ക് ഒഴിവായി കിട്ടും. അത് രോഗികൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും നമ്മൾക്ക് മനസ്സിലാക്കണം, ആ പരിചരണം എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അതുപോലെ തന്നെയാണ് ഫിസ്റ്റുല കെയർ. ഫിസ്റ്റുല കെയർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ എന്തൊക്കെ ഫിസ്റ്റുല നമുക്കറിയാം, എന്താണ് ഫിസ്റ്റുല എന്നുള്ളത്, അല്ലേ? 2 ഭാഗത്തേക്കും ഉള്ള ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഒരു CHEക്ക് വന്ന ഒരു പേഷ്യൻ്റ്
അവരൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമുക്കറിയില്ല ഈ മാലിഗ്നന്റ് വൂണ്ടിനെ സ്ലഫ് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതൊക്കെ ഞങ്ങൾ പഠിച്ചതാണ്, അനുഭവത്തിലൂടെ പഠിച്ചതാണ്. അത് നമ്മുടെ അടുത്ത് ഒരു ബെഗറാണ് അന്നത്തെ കാലത്ത് വന്നിരുന്നത്, 94, 95 സമയത്ത്. അപ്പോൾ ദിവസവും അയാൾ രാവിലെ വരും OP-യിൽ. വന്നു കഴിഞ്ഞാൽ പല്ല് പോലും തേക്കാതെയാണ് വരിക. ഞങ്ങൾ ബ്രഷും പേസ്റ്റും ഒക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയാണ്, സോപ്പും എല്ലാം. ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി ഞങ്ങളുടെ പല്ല് തേപ്പിക്കലാണ്, വൃത്തിയാക്കലാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ് ചെയ്യും. ഈ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഈ സ്ലഫ് ഇങ്ങനെ കട്ട് ചെയ്ത് ഞങ്ങൾ ഡെയിലി കട്ട് ചെയ്യും. അയാൾക്ക് പെട്ടെന്ന് തന്നെ അത് ഫിസ്റ്റുലയായി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, കാരണം ഇതിൽ ഈ ഡെഡ് ടിഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ചെയ്യുക അല്ലേ. നമ്മളത് കട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിക്കും എന്താ പറയുക, നമുക്ക് നന്നായിട്ട് സലൈൻ വെച്ച് വാഷ് ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ വരുന്ന ഫിസ്റ്റുലകൾ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതിലൂടെ ഇങ്ങോട്ട് പോരും. പിന്നെ അതുപോലെ തന്നെ വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല, റെക്ടോ വജൈനൽ ഫിസ്റ്റുല, അതായത് മലദ്വാരവും അതുപോലെ തന്നെ എന്താ പറയുക യൂറിത്രയും തമ്മിൽ ഫിസ്റ്റുല വരുന്നത് അല്ലേ. അപ്പോൾ മൂത്രത്തിന് ട്യൂബ് ഇടാൻ പറ്റുമോ? ഇല്ല. ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ മലം വന്നിട്ട് അത് അടയും. അപ്പോൾ ഇത്തരത്തിൽ അനുഭവിക്കുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും? കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഫിസ്റ്റുല കെയറുകൾ, കെയർ ഓഫ് ബെഡ് റിഡൻ പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, പെൽവിക് കെയർ, പെരിനിയൽ കെയർ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കത്തീറ്റർ ഇട്ട പേഷ്യൻ്റ്, നമുക്കറിയാം ഒരു മെയിൽ പേഷ്യൻ്റ് ഇപ്പോൾ പ്രായം കൊണ്ട് കിടപ്പായി പോയിട്ടുള്ള ഒരാൾക്ക് മൂത്രം അറിയാതെ പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു കോണ്ടം യൂസ് ചെയ്യാൻ വേണ്ടി പറയൂ അല്ലേ, യൂറോ കോണ്ടം ഡ്രെയിനേജ് ഇടാൻ. എത്ര പേർക്ക് അത് ഇടാൻ പറ്റും എന്നുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ കോണ്ടം ഇട്ടിട്ട് ഞങ്ങളുടെ IPM-ൽ വന്നിട്ടുള്ള പേഷ്യൻസ് എന്താ പറയുക, പ്ലാസ്റ്റർ വെച്ചിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തിട്ട് വന്ന സമയത്ത് ആ പെനീസ് ഇങ്ങനെ എഡിമ വന്നിട്ട് നീര് വന്നിട്ട് വീങ്ങിക്കിടക്കുകയായിരുന്നു. അന്ന് ചെയ്തതിന് ശേഷം അതൊന്ന് അഴിക്കുക, അതൊന്ന് ക്ലീൻ ചെയ്യുക, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണ നേഴ്സിങ്ങും പാലിയേറ്റീവ് നേഴ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നേരെ മറിച്ച് ഒരു പാലിയേറ്റീവ് കെയറിലുള്ള ഒരു നേഴ്സാണ് ആ ഒരു കോണ്ടം ഇട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കെയർ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആ ഭാഗത്തുള്ള ഹെയർ റിമൂവ് ചെയ്യണം. പലപ്പോഴും എന്താ ചെയ്യുക, ആ ഹെയറോട് കൂടി തന്നെ അവിടെ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും. അപ്പോൾ എന്തുമാത്രം പ്രയാസം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഇട്ട പേഷ്യൻ്റ് ആണെങ്കിൽ കത്തീറ്റർ കെയർ, എത്രമാത്രം വെള്ളം കുടിക്കണം, എപ്പോഴൊക്കെ മൂത്രം ഒഴിവാക്കണം, യൂറോ ബാഗ് എങ്ങനെ കെട്ടണം. ഞാൻ പറയുന്നത് മുഴുവൻ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കത്തീറ്റർ ഇട്ട ഒരു പേഷ്യൻ്റ് അവർ ഈ യൂറോ ബാഗിൽ നിന്ന് യൂറിൻ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ യൂറോ ബാഗ് അടക്കം അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ച് കളഞ്ഞ് അത് നല്ലോണം ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും കണക്ട് ചെയ്യുക ചെയ്യുന്നത്. എന്തുമാത്രം ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും. അതുപോലെ മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ ഫോർസ്കിൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഹൈജീൻ, എന്തൊരു സ്മെല്ലായിരിക്കും അത്. ആ രോഗി എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും, അനുഭവിക്കുന്നുണ്ടാവും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വൂണ്ട് കെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് OP-യിൽ വന്നതാണ്. അവർക്ക് ഛർദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദി നിൽക്കുന്നില്ല. അപ്പോൾ പലതരം മെഡിസിൻസ്, എമിസെറ്റ്, റെഗ്ലാൻ, പെരിനോം എല്ലാം കൊടുത്തിട്ടും അവരുടെ ഛർദി നിൽക്കുന്നില്ല. ഒരു 4 ദിവസം ഡെയിലി അവിടെ വന്ന് ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? ഇപ്പം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും, എനിക്ക് ഛർദിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഛർദിക്കുള്ള മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുക എന്നതിലപ്പുറം എന്തുകൊണ്ടാണ് അവർക്ക് ഛർദി ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് ആ ഒരു ഫംഗേറ്റിംഗ് വൂണ്ടെന്ന് CA ബ്രസ്റ്റ് ആയിരുന്നു, അതിൽ നിന്നുള്ള സ്മെല്ല് സഹിക്കാൻ പറ്റാതെയാണ് അവർ ഛർദിച്ചും കൊണ്ടിരുന്നത്. ആ ചേച്ചി എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ എന്ന് വെച്ചാൽ അത് അവരുടെ ആ ഒരു പറയാനുള്ള, അവർ പറഞ്ഞില്ലെങ്കിൽ ആർക്കും അത് അറിയില്ല.
അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ എവിടെയോ അവർ യാത്ര പോകുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നമുക്കറിയാലോ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ വല്ലാത്ത ഒരു ചീത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുകയാണ്, ഇതെന്താ ഇങ്ങനെ മണക്കുന്നത്, ഇവിടെ എന്തോ വല്ല എലിയോ പെരിച്ചാഴിയോ എന്തോ ചത്ത് കിടക്കുന്നുണ്ടെന്നാണ് തോന്നണമെന്ന്. ഇവർ പറയുകയാണ്, ഞാൻ പറയണോ, ഞാൻ പറയണ്ടേ, പറഞ്ഞില്ലെങ്കിൽ എന്താവും, പറഞ്ഞാൽ എന്താവും. അവർ രണ്ടും കൽപ്പിച്ച് അവർ പറഞ്ഞു, അതെ എൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, ആ മുറിവിൽ നിന്ന് വരുന്ന മണാണത് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അവർ ഈ മണം സഹിച്ച് അവിടെ നിൽക്കുമോ? ഇല്ല, അവരകന്നു പോവും. അപ്പം ശരിക്കും സാമൂഹികമായിട്ട് അവരൊറ്റപ്പെടുന്നു, മാനസികമായിട്ട് അവരുടെ പ്രയാസം എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത്, എനിക്ക് എവിടെയും പോവാലോ, കാരണം എൻ്റെ ഇത് മുറിവ് നിന്നുള്ള മണം കുറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ മനസ്സിലായി. ഈ മുറിവ് അവിടെ ഉണ്ടെങ്കിലും രോഗം മാറിയില്ലെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ എത്രത്തോളം എനിക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഓരോ രോഗിയുടെയും കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഇതാണ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, പ്രയാസമാവുന്നുണ്ടോ എൻ്റെ സംസാരം? എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ലിംഫെഡിമ കെയർ. ലിംഫെഡിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുറേ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും അല്ലേ? CA ബ്രസ്റ്റ്, CA ഓവറി, CA സെർവിക്സ് ഒക്കെ വരുന്ന സമയത്ത്, CA എന്ന് പറയുമ്പോൾ ക്യാൻസർ വരുന്ന സമയത്ത് പലപ്പോഴും അത് ആ രോഗം കൊണ്ടും അതിൻ്റെ ചികിത്സ കൊണ്ടും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വരുന്ന ഒന്നാണ് ലിംഫെഡിമ എന്നുള്ളത്. ഞങ്ങൾ ശരിക്കും എനിക്ക് തോന്നുന്നു ലിംഫെഡിമയുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വരുന്നുണ്ട്. അതിൽ ആ ഓരോ എഡിമ കാണുമ്പോഴും, ഒരിക്കലും ഞങ്ങളുടെ അവിടെ വന്ന ഒരു താത്ത ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിയെ എടുത്തിട്ട് വരുന്ന പോലെയാണ്. അവരതിൻ്റെ മേലെ ഇങ്ങനെ ഷോൾ ഇട്ടിട്ടാണ് വരുന്നത്, അത്രയും വലിയ കൈയായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ലിംഫെഡിമ വരുമ്പോൾ ആ ലിംഫെഡിമ മാനേജ്മെൻറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, പാലിയേറ്റീവ് കെയറിലെ സ്പെഷ്യൽ നേഴ്സിംഗ് കെയർ എന്നുള്ളതാണ് കൊളോസ്റ്റമി കെയറും ട്രക്യോസ്റ്റമി കെയറും അതുപോലെ തന്നെ ലിംഫെഡിമ കെയറും. ലിംഫെഡിമ എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കാരണം സാധാരണ ആളുകൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു നീരല്ലേ, ആ നീര് മരുന്ന് കഴിച്ചാൽ കുറയില്ലേ. പക്ഷേ ലിംഫെഡിമ എന്നുള്ളത് മരുന്ന് കൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല. അതിന് കുറേ മാനേജ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ സ്കിൻ കെയർ ഉണ്ട്, അതിൻ്റെ കംപ്രഷൻ ഗാർമെൻറ്റ്സ് ഉണ്ട്, മസാജ് ഉണ്ട്, എക്സസൈസ് ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട്. പലപ്പോഴും ഫോളോ അപ്പ് എന്നുള്ളത് എല്ലാവരും വിട്ടുപോകും. അതും കൂടി നമ്മൾ അറിയേണ്ടതാണ്. എത്രമാത്രം നമ്മൾ ഈ മാനേജ്മെൻ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളവരെ വീണ്ടും കാണണം, അത് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ അതിനെയാണ് നമ്മൾ ലിംഫെഡിമ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ നേഴ്സിംഗ് കെയറും കൂടി നമ്മളുടെ പാലിയേറ്റീവ് കെയറിൽ നേഴ്സിങ്ങിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും മൗത്ത് കെയറിൻ്റെ ആണ്. ആ വായയുടെ ഒരു അവസ്ഥയാണ് കാണുന്നത്. നെക്സ്റ്റ് ഓറൽ ത്രഷർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഓറൽ ത്രഷർ, റെഡ്നെസ്, സോർ മൗത്ത്, ഫൗൾ ഓർഡർ, പിന്നെ ഇങ്ങനെ കുറേ ഹാലിറ്റോസിസ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഓറൽ കെയറിലെ പിന്നെ കാൻഡിഡിയാസിസ് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. കാരണം അവർ വായ വൃത്തിയാക്കുന്നുണ്ടാവും, പക്ഷെ അത് എന്ത് വെച്ചിട്ട് എത്ര നേരം എങ്ങനെ. പ്രത്യേകിച്ചും ഒരു ഓറൽ അൾസറൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പേസ്റ്റും പിന്നെ പൽപ്പൊടിയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഓറൽ കെയർ വേണം. അതുപോലെ പാലറ്റ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. അവരെങ്ങനെയാണ് വായ വൃത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് അത് ഓറൽ കാൻഡിഡിയാസിസ് വരുന്നതിനുള്ള കുറേ കാരണങ്ങളാണ്. ഡ്രൈ മൗത്ത് അല്ലേ? കാരണം ഡ്രൈ മൗത്ത് ആവുമ്പോൾ ശരിക്കും എന്തുമാത്രം, ഇപ്പം നമ്മൾ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വായ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ മൗത്ത് അവർക്കുണ്ടോ, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അവരുടെ പിന്നെ
അവരെത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട്, നിർജ്ജലീകരണം ഉണ്ടോ, അവരെന്ത് ഭക്ഷണമാണ്, ന്യൂട്രീഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഓരോ രോഗിയും അവരെ ഫുൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതിൽ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഓറൽ കെയർ ആണെങ്കിലും അതുപോലെ തന്നെ സ്കിൻ കെയർ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിക്കണം. നെക്സ്റ്റ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് അതിൽ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം കീമോതെറാപ്പി എടുക്കുന്നവരുണ്ടാവും, റേഡിയോ തെറാപ്പി എടുക്കുന്നവരുണ്ടാവും, അല്ലേ? അങ്ങനെ പല എന്താ പറയുക ചികിത്സകൾ കൊണ്ട് ഉണ്ടാവുന്നതുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ കൊണ്ട് വായ്ക്ക് ഡ്രൈ മൗത്തും അതുപോലെ തന്നെ കാൻഡിഡിയാസിസ്, നമുക്കറിയാം സ്റ്റീറോയിഡൊക്കെ എടുക്കുന്ന പേഷ്യൻസിന് എത്രമാത്രം ഓറൽ ത്രഷ് ഉണ്ടാവും, അല്ലേ? കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വിഴുങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ശരിക്കും നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ അവരുടെ വായ തുറന്ന് നോക്കണം. വായ തുറന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഓരോ രോഗികളും വരുമ്പോൾ അവരെ അസസ് ചെയ്യുന്ന കൂട്ടത്തിലെ ഹെഡ് ടു ഫൂട്ട് അസസ്മെൻറ്റിലെ ശരിക്കും വായയും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഇങ്ങനെ ഓരോ ഇതിലങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, കുറേ സ്ലൈഡുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ സ്കിൻ കെയർ, അല്ലേ? ജനറൽ കെയറിൻ്റെ കാര്യത്തിൽ സ്കിൻ കെയറിൽ നമ്മൾ നോക്കുമ്പോൾ അവരെ പൊസിഷൻ, എന്തുകൊണ്ട് ബെഡ് സോറ് വരുന്നു, അത് ആ ബെഡ് സോറ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മാനേജ്മെൻറ്റുകളാണ് പ്രധാനമായിട്ടും ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയേണ്ടതും നമ്മൾ അവരുടെ കെയറേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും. ഒരു ബെഡ് സോറ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം കിടക്കുന്ന ഷീറ്റുകൾ വൃത്തിയുള്ളതായിരിക്കണം, ചുളിവില്ലാതിരിക്കണം, സൈഡിലേക്കൊക്കെ നന്നായിട്ട് ടക്ക് ചെയ്യണം. എന്തുകൊണ്ട് ബെഡ് സോറ് വരുന്നു? സർക്കുലേഷൻ കുറയുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ കൊണ്ട്, വെറ്റായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ വേസ്റ്റ് അവിടെ വീണിട്ട് അതിൽ ഉറുമ്പ് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ആൾക്കാരൊക്കെ എന്താണ് കാണാൻ വരുന്നവരാണെങ്കിലും ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ അവർ മുന്തിരി കൊണ്ടുവരും, അല്ലെങ്കിൽ ഓറഞ്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ ആപ്പിൾ കൊണ്ടുവരും. ഇതൊക്കെ മുറിച്ച് അവിടെ തന്നെ അങ്ങോട്ട് കൊടുക്കും. അതിൻ്റെ കുരു അവിടെ കിടക്കുന്നുണ്ടാവും. ഉറുമ്പ് വന്നിട്ട് അത് എന്താ പറയുക, അവരുടെ ശരീരത്തിൽ ഈ ഉറുമ്പ് കടിച്ചിട്ട് മുറിവായിട്ടുള്ള എത്ര പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നറിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത്. ബെഡ് സോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഭാഗം അമർന്ന് കിടക്കുന്നോ ആ ഭാഗത്ത് വരുന്നതാണ്. അത് ചരിഞ്ഞാണെങ്കിൽ ഏതൊക്കെ ഭാഗത്ത്, അതുപോലെ തന്നെ മലർന്ന് കിടക്കുകയാണെങ്കിൽ, കമഴ്ന്ന് കിടക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം, എങ്ങനെ ഷീറ്റ് മാറ്റണം, പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. ഈ ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ഷീറ്റ് ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വയ്യാതെ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ പോഷകാഹാരക്കുറവ് കൊണ്ടും അവരുടെ ഡീഹൈഡ്രേഷൻ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സ്കിന്നിൻ്റെ അവസ്ഥ കൊണ്ടും, സ്കിന്നൊക്കെ വളരെ ലൂസായിട്ടുണ്ടാവും. പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ ഷീറ്റ് മാറ്റണം എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും വേണം, നമ്മൾ ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം, എങ്ങനെ കാല് വെക്കണം, എങ്ങനെ തല വെക്കണം, അതുപോലെ തന്നെ കുളിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ തല വാഷ് ചെയ്യണം. ഹെയർ കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമ്മളിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വേഗം തന്നെ മുടി അങ്ങോട്ട് വെട്ടും. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ മുടി തന്നെയാണ്. കാരണം ഞാൻ വയ്യാതെ കിടന്ന സമയത്ത് എൻ്റെ മോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഈ മുടിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഭയങ്കര പാടല്ലേ, അമ്മയ്ക്ക് കുളിക്കാനൊന്നും വയ്യല്ലോ, മുടി വെട്ടിയാലോ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോളെ വെട്ടിക്കോളൂ. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നു. എത്ര പേർക്ക് അത് ഇഷ്ടമുണ്ടാവും? ചിലർക്ക് എന്ന് വെച്ചാൽ അവരത്രയും ഇഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കുന്ന മുടിയായിരിക്കും. അവരുടെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ നോക്കുന്ന ആൾക്കാർ വേഗം പോയിട്ട് മുടി അങ്ങോട്ട് വെട്ട് മാത്രമല്ല, ചിലപ്പോൾ മൊട്ട അടിച്ച് അങ്ങോട്ട് കൊടുക്കും, അല്ലേ?
അപ്പോൾ ശരിക്കും അത് എങ്ങനെ പിന്നെ മുടി സംരക്ഷിക്കണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ പേന് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് മെഡിക്കൽ കോളേജിലോ OP-യിലോ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഞങ്ങളുടെ അവിടേക്ക് റെഫർ ചെയ്തതാണ് പെയിൻ ക്ലിനിക്കിലേക്ക്.